വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കൊച്ചി വടുതലയിൽ കൊടും ക്രൂരത. ദമ്പതികൾക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി യുവാവ് ജീവനൊടുക്കി. ക്രിസ്റ്റഫർ, മേരി എന്നിവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. തീ കൊളുത്തിയ വില്യംസ് മരിച്ചു. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ക്രൂരതയ്ക്ക് കാരണമെന്നാണ് സൂചന. അലി അക്ബർ ഷായുടെ കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? അരുൺകുമാർ, അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൊച്ചി വടുതല പച്ചാളം ഭാഗത്താണ് ഈ ദമ്പതികൾക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആക്രമണമുണ്ടായത്. ക്രിസ്റ്റഫർ, മേരി എന്നിവർക്ക് നേരെയാണ് ഇത്തരത്തിൽ അയൽവാസിയായ വില്യംസ് ഇവർ പുറത്തുപോയി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പെട്രോൾ ഒഴിക്കുകയും തീ കൊളുത്തുകയും ചെയ്തത്. ഇതിനുശേഷം വില്യംസ് സമീപത്ത് തൂങ്ങി മരിക്കുകയും ചെയ്തു. ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിനും ലഭ്യമാകുന്നതേ ഉള്ളൂ. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ഈ നിലയിലുള്ള ഒരു കൊടും ക്രൂര കൃത്യത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഇവർ തമ്മിൽ ഈ കുടുംബങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ പ്രദേശത്തെ പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ടും കുടുംബങ്ങൾ തമ്മിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടും തർക്കമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തർക്കത്തിന്റെ ഭാഗമായി ഈ മേരിയും അതുപോലെ ക്രിസ്റ്റഫറും പുറത്തുപോയി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് കരുതിക്കൂട്ടിയിരുന്ന് പെട്രോൾ ഒഴിച്ച് വില്യംസ് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് ക്രിസ്റ്റഫറിനും മേരിക്കും. ഇരുവരും അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. സംഭവ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇപ്പോൾ വില്യംസിന്റെ മൃതദേഹം തൂങ്ങി നിൽക്കുന്ന സ്ഥലത്തു നിന്നും താഴേക്ക് ഇറക്കുകയും അതുവഴി ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ നടത്താനുള്ള നടപടികളിലേക്കും കടന്നിരിക്കുകയാണ്. എന്തായാലും അതിക്രൂരമായി ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ വടുതലയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ടുപേരുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട്. ഗുരുതരമായി തന്നെ ശരീരമാസകലം ഇരുവർക്കും പൊള്ളലേറ്റിട്ടുമുണ്ട്. അവർക്ക് അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് പറയാൻ കഴിയുന്നത്. അരുൺ, ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ശരീരമാസകലം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു വില്യംസ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റഫറിനും മേരിക്കും ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട് എന്ന വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരം ലഭ്യമാകേണ്ടതുണ്ട്. എന്താണ് ഇന്ന് ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിലേക്ക് കടക്കാൻ വില്യംസിനെ പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ നേരത്തെ തന്നെ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും തർക്കമുണ്ടായിരുന്നു. നേരത്തെയും ഇത്തരത്തിൽ വാക്കുതർക്കങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത്രയും കൊടും ക്രൂരകൃത്യത്തിലേക്ക് കടക്കാൻ ഇന്ന് എന്ത് പ്രേരണയാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വില്യംസ് ഈ കൊലപാതക ശ്രമത്തിന് ശേഷം വില്യംസ് സമീപത്ത് തന്നെ തൂങ്ങി മരിക്കുകയും ചെയ്തു. എന്തായാലും പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന വാർത്തകൾ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വേണം. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാവുന്നതാണ് അല്പസമയത്തിനുള്ളിൽ.